ഇങ്ങനെ ഒരു പല നാള് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിപ്പോയി മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. എന്റെ ഒരേ ഒരു മോളാ, അവൾ അന്തസ്സുള്ള ഒരുത്തന്റെ കൂടെ ജീവിച്ചു കാണണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കൊരു ബാക്കിയുള്ളൂ. ഈ തെണ്ടിയെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതിന്റെ ശിക്ഷയായി വേണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ കൂടെ ഞാൻ തരാം. മാത്തച്ഛനെല്ലാം മറക്കണം. നമുക്ക് നമ്മുടെ മാനമാണ് വലുത്. ക്ഷമിക്കും മാത്തച്ഛ. ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഈശോ, ഇയാൾ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഇല്ല, ഞാൻ ഏറ്റു. എടാ എരപ്പേ, ഞാനൊരു DIG ആണ്. DIG-യുടെ കല്യാണം കഴിയുന്നവരെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഞാൻ അറിഞ്ഞാൽ വലിച്ചു കീറുക, അടുപ്പത്ത് വയ്ക്കും. ഒരു പൊട്ടു ഇരിക്കട്ടെ. എടാ തീപ്പെട്ടിക്കൊള്ളി, താൻ ആളങ്ങട് മിസ് വേൾഡ് ആയില്ലടോ. എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നോ തന്റെ ഈ ചേലൊക്കെ? ഇപ്പൊ തന്നെ കണ്ട എനിക്കൊന്ന് പ്രേമിച്ച കൊള്ളാന്നൊക്കെ തോന്നുന്നുണ്ട്. അതിന് ഇയാൾക്ക് ഐശ്വര്യ റോയ് അല്ലേ വേണ്ടത്? ഹാ, അങ്ങനെ പല സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. സ്വപ്നം കാണുന്നതിന് നമ്മളെന്തിനാ പിശു കാണിക്കുന്നേ? ആ മാല വെറ്റ് കയ്യില് 10 ചിക്കിളി വന്നിട്ട് വേണം അന്തസ്സായിട്ടൊന്ന് വിലസാൻ. അത് പോട്ടെ, വേറെ റെഡിയാവ്, താഴെ പാർട്ടി തുടങ്ങി. ആ ഫിലിക്സിന്റെ മനസ്സ് നമുക്കൊന്ന് കിട്ടുക്കണ്ടേ? എന്താ നിന്റെ ഉദ്ദേശം? What do you mean? വീണ, നിന്റെ ഉദ്ദേശം എന്താ ഞാൻ ചോദിച്ചത്? വീണ? ഏത് വീണ? Excuse me, what's the matter? Can I help you? ഒന്നുമില്ല, അയാൾക്ക് ആള് മാറിപ്പോയതാ. Oh, good night. Come on. Excuse me. Yes. Hello. ആ ടേബിളിലേക്ക് ഒന്ന് വരണം. താങ്ക് യു. സത്യം പറ, നിങ്ങൾ ആരാ? AB വാജ്പേയി, അദ്വാനി, പിണറായി വിജയൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? അവരുടെ ആരാ നിങ്ങള്? അവരുടെ ആരുമല്ല, അവരെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ വന്നതാ മോരും വെള്ളം കുടിക്കാൻ. എടോ, ബാറിൽ എന്തിനാ വന്നിരിക്കുന്നത്? കള്ളു കുടിക്കാനല്ലാണ്ട്. അതെന്റെ വീണയല്ലേ? ഇതെന്റെ ബിയറാണ്. അതല്ല, തന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് അതെന്റെ വീണയാന്ന് എനിക്ക് അറിയാം. താനീ കിടന്ന് കൂണ് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ എന്റെ കൂടെ കണ്ട പെണ്ണിനെ കുറിച്ചാണെങ്കിൽ അത് വീണ മതലൊന്നുമല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇത് കഴിക്കാനാണോ അതോ കല്യാണം കഴിക്കാനാണോ? ഇത് കഴിക്കാനാണെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചാ ഞാൻ കഴിക്കും. പിന്നെ കല്യാണം കഴിക്കുന്നതാണെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ മാറ്റി വെക്കാം. എന്താ, തനിക്ക് അവളെ കെട്ടണോ? ഹാ പറയടോ, ഞാൻ വേണേ വിട്ടുതരാം. എനിക്ക് അവളെ തന്നെ കെട്ടണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അവള് പറഞ്ഞു അവളെ കെട്ടാന്നും പറഞ്ഞൊരു തെണ്ടി കുറച്ചു നാൾ അവളെ പ്രേമിച്ചിരുന്നു. വേറൊരു പൂങ്കമ്പം ഉണ്ടപ്പോ ആ വായി നോക്കി ആ കൊമ്പിലേക്ക് ചാടിയിരുന്നു. പാവം, ആരും കെട്ടാനില്ലാന്ന് കരുതിയാ ഞാൻ ഒരു ലൈഫ് കൊടുക്കാന്ന് വിചാരിച്ചത്. തനിക്ക് വേണമെങ്കിൽ പറ, ഞാൻ വിട്ടുതരാം. പറയടോ, തനിക്ക് വേണോളെ? വേണോ? ഏയ്, വെള്ളം ഇറങ്ങിയിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഏയ് തീപ്പെട്ടിക്കൊള്ളി, തന്റെ കാര്യം നടക്കുന്ന തോന്നണത്. തന്റെ കാമുകൻ ബെല്ലും ബ്രേക്കില്ലാതെ കുത്തരെ ഇറക്കത്തിലേക്ക് അന്തം വിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എവിടെ പോയി ഇടിച്ചു നിൽക്കുന്നു പറയാൻ പറ്റില്ല. അയ്യോ, കണ്ടു. ഒരു കാര്യം തീർച്ചയായി, അവന്റെ ഉള്ളിൽ തീ പിടിച്ചു തുടങ്ങി. ഇനി ഒരു പൊട്ടിത്തെറിയുണ്ട്. അത് കഴിയുമ്പോ നമ്മുടെ ഈ വാതിലില് എന്നൊരു മുട്ടി കേൾക്കും. താൻ പോയി തുറന്നു നോക്കുമ്പോ കരിഞ്ഞ് പുകഞ്ഞ മനസ്സുമായിട്ട് അവരിങ്ങനെ നിൽക്കുന്നത് കാണാം. താൻ ആ പൈപ്പിന്ന് കുറച്ച് തണുത്ത വെള്ളം എടുത്ത് ആളുടെ മനസ്സിലിങ്ങനെ ഒഴിക്കുമ്പോ എന്ന് പറഞ്ഞങ്ങോട്ട് തണുക്കും. അതോടെ നിങ്ങൾ ഒന്നാവും. എന്നിട്ട് ഞങ്ങളൊരു വണ്ടി പിടിച്ച് ആരുടെയും ശല്യമില്ലാത്ത ഒരിടത്തേക്ക് പോവും. അങ്ങനെ പോകുന്നില്ല. ആദ്യം എന്റെ മാലോടെ വെക്കണം. അപ്പൊ ഞാൻ പറയും വണ്ടി പോട്ട്. അപ്പൊ വണ്ടി പോവും. ഹലോ, റൂം സർവീസ്. 323 ഒരു ചായ. വെയിറ്റർ, 1 towel please. Yes ma'am. കുമാരേരിലെ അമ്മൂമ്മയല്ലോ. Please sir.
ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ഒരു ചായ പറഞ്ഞിരുന്നു സാർ. വൈഫായിരിക്കും, അവളൊരു ആന്റിയുടെ റൂം വരെ പോയിരിക്കുക. ഓഹോ, പൊയ്ക്കോട്ടെ. എങ്കിൽ ഈ ചായ സാറ് കഴിക്കണം. എനിക്കിപ്പോ വേണ്ട. നല്ല ചായയാണ് സാർ. സാർ ഒരു VIP ഗസ്റ്റ് ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാണ്. കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ സാർ ഈ ചായ തന്നെ ഓർഡർ ചെയ്യും. ഓഹോ, എന്നാ നോക്കട്ടെ. ഷുഗർ? ഷുവർ. താങ്ക് യു. ചുമ്മാ ഒറ്റ വലിക്ക് കയറ്റണം. കുറച്ച് ചുമയുണ്ടാവും, പക്ഷെ വയറിന് നല്ലതാ. എന്ത് ചായയുടെ ഇത്? അയ്യോ, കുറച്ച് വൈകി പോയി. ഇറങ്ങി പോടാ. കാഴ്ച വാങ്ങി ബോധം കിടന്നതിന് മുമ്പ് മുറി ചെല്ലണം. ഇത് വെളിമ്പ്രദേശം. അയ്യോ ഇത് മാഷേ, അയ്യോ അടിച്ച് ഫോൺ തെറ്റിരിക്കാണല്ലേ. ഒരു പാർട്ടിക്ക് പോയതാ. വെറുതെ കിട്ടുമ്പോ കോരി മോന്തിയല്ലേ. ആട്ടെ, ഏതാ റൂം? എവിടെ? ആ അയ്യോ, സാർ, യെസ്. സാറെന്താ ഇവിടെ? ഞാനൊരു ഫാമിലി മാരേജ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. എന്താ മിസ്റ്റർ ലംബോദരൻ ഇവിടെ? ഒരു ചെക്കേഴ്സുമായിട്ട് വന്നതാ. ആളിങ്ങോട്ടൊരു കല്യാണം കൂടാൻ പുറപ്പെട്ടെന്ന് കേട്ടു. ആരാ ആള്? ഒരു KT മാത്യു. ആളിതുവരെ എത്തിയിട്ടില്ല. KT മാത്യു. അതെ. ആര് പറഞ്ഞു അവൻ എത്തിയിട്ടില്ലാന്ന്? അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ആ, എവിടെ? റൂം ഞാൻ കണ്ടുപിടിച്ച് തരാം. പക്ഷെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവനെ എന്റെ മുമ്പിലിട്ടൊന്ന് പെരുമാറണം. ആ, ഫെർണാണ്ടസ് പറഞ്ഞതാ. ദാ നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച തുക. ചെറുക്കന് കൊടുക്കാനുള്ള കാറിന്റെ കീ പള്ളിയിൽ കെട്ട് കഴിഞ്ഞാൽ ഉടനെ കൊടുക്കും. 2 പ്രാവശ്യമായിട്ട് എന്തൊക്കെയോ കൂടുതൽ ഓഫർ ചെയ്തിരുന്നു. ആ ടോമംഗൾ എന്റെ ഭാര്യയെ കയറി പിടിച്ചപ്പോ ഒരു 10ഉം, പിന്നെ അങ്ങേരെ എന്റെ ചേട്ടത്ത് അടിച്ചപ്പോ ഒരു 5ഉം. മാതച്ചന്റെ റൂം നമ്പർ എത്രയാ? 117. ഞാൻ മറന്നിട്ടില്ല. ദേ, ഒന്നിങ്ങ് വന്നേ. കാശ് കൊടുക്കാൻ വരട്ടെ. ആ മാതച്ചന്റെ പേരിൽ എന്തൊക്കെയോ കുറെ കേസുകളുണ്ടെന്നോ, അറസ്റ്റ് ചെയ്യാൻ SI റൂമിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സത്യം അറിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. അതെ, ഞാൻ എന്നാ. ആ, മാത്തച്ഛൻ മുകളിലോട്ട് പൊക്കോ, ഞാനിത് കൊടുത്തയച്ചേക്കാം. അതെന്താ അങ്ങനെ? അതെ, ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. അലമാരിയുടെ കീ മോൾ എടുത്തോണ്ട് പോയി. ബാക്കി പണം അതിനകത്താ. അവൾ വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് തന്നേക്കാം. ഞാൻ മുറി തന്നെ ഉണ്ടാവും. അയ്യോ, മുറി തന്നെ ഉണ്ടാവണം. ഞാൻ ഇപ്പൊ വരും. ഓ.